കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ 6 ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്. 6 ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവയെല്ലാമാണ് 6 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിലെ 3 ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 4th ഫങ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഈ 3 ഫങ്ഷന് ശേഷം വരുന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ് ഈസ് ഗൈഡഡ് ടുവാർഡ്സ് കോമൺ ഗോൾസ് ഓഫ് ദ എന്റർപ്രൈസ്. അതായത് ഗൈഡ് ചെയ്യുക, അത് തന്നെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സബോർഡിനേറ്റ്സും, ഒരു മാനേജറുടെ സബോർഡിനേറ്റ്സിന് പല കഴിവുകളും ഉണ്ടായിരിക്കും. അവരുടെ പെർഫോമൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു കോമൺ ഗോൾ, എന്റർപ്രൈസ് അതായത് എന്റർപ്രൈസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൂട്ടുക അല്ലെങ്കിൽ പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നായിരിക്കും ഓരോ എന്റർപ്രൈസിന്റെയും കോമൺ ഗോൾ. അതിലേക്ക് എല്ലാ സബോർഡിനേറ്റ്സിനെയും ഒന്നിച്ച് ഗൈഡ് ചെയ്യുക, അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഇഷ്യൂയിങ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സബോർഡിനേറ്റ്സ്, ഗൈഡിങ് ആൻഡ് ടീച്ചിങ് ദ സബോർഡിനേറ്റ്സ് ദ പ്രോപ്പർ മെത്തേഡ് ഓഫ് ഡൂയിങ് വർക്ക്, supervising the subordinates to ensure that this work conforms to the plans. നമ്മൾ പഠിച്ചു, പ്ലാനിങ് പഠിച്ചു, ഓർഗനൈസിങ് എന്താണെന്ന് പഠിച്ചു, സ്റ്റാഫിംഗ് എന്താണെന്ന് പഠിച്ചു. 4th പോയിന്റായ ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബോർഡിനേറ്റ്സിന് വേണ്ട രീതിയിലുള്ള ഓർഡേഴ്സും അതുപോലെ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് കറക്റ്റ് ആയ രീതിയിൽ അവരെ ടീച്ച് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം അവർ പഠിച്ച രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്ന് എൻഷുവർ ചെയ്യുക. അതായത് പ്ലാനിങ്ങിനനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുവർ ചെയ്യുന്നതാണ് ഇതിലെ 3rd പോയിന്റ്. ഇതിനുശേഷം ഡയറക്റ്റിംഗ് എന്നതിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് എലമെന്റ്സ് ഇൻ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൽ 4 എലമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ മോട്ടിവേഷൻ ആൻഡ് ലാസ്റ്റ് വൺ സൂപ്പർവിഷൻ. ഈ 4 പോയിന്റുകളാണ് അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് എലമെന്റ്സ് ഇൻ ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്വാളിറ്റിയാണ്. അത് എന്തിലൊക്കെയാണെന്നുള്ളത് സബോർഡിനേറ്റ്സിനെ ഇൻസ്പയർ ചെയ്യുക, അവർ തമ്മിലുള്ള കോപ്പറേഷൻ മാക്സിമം ആക്കിയെടുക്കുക, അതുപോലെ ഒരു കോമൺ ഒബ്ജക്റ്റീവ്, കമ്പനിയുടെ കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ട രീതിയിലേക്ക് അവരുടെ ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഒരു കംപ്ലീറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഒരു മാനേജർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളിലൊന്നാണ് ലീഡർഷിപ്പ്. സെക്കൻഡ് പോയിന്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. It is a process by which ideas, instructions and information are transmitted, received and understood by others for the purpose of effecting desired results. ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വർക്കേഴ്സിന് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ അടുത്തേക്ക് അറിയിക്കേണ്ടതായ കാര്യങ്ങൾ 2 രീതിയിലും ആവാം. അതൊരു 2-way പ്രോസസ്സാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വർക്കേഴ്സിനോടും അതുപോലെ വർക്കേഴ്സിന് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോടും അറിയിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും.
അവയെ വേണ്ട രീതിയിൽ കറക്റ്റായി എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ ചുമതലയിൽ വരുന്നത്. And third point is motivation. It means inspiring the subordinates. Subordinatesനെ വർക്ക് ചെയ്യാനും അവർ തമ്മിലുള്ള കോപ്പറേഷൻ കൂട്ടാനും അച്ചീവ്മെന്റ് കോമൺ ഒബ്ജക്റ്റീവ്സിനെ എത്തിപ്പിടിക്കാനും വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ അടുത്ത ചുമതല, അല്ലെങ്കിൽ ഡയറക്റ്റിംഗിൽ വരുന്ന തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. അത് അവർക്ക് ഫിനാൻഷ്യലായോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെന്റീവുകൾ കൊടുക്കുന്നത് വഴിയും ആവാം. ലാസ്റ്റ് എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് ഈസ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിലുപരി വർക്കേഴ്സ് ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയി സൂപ്പർവൈസ് ചെയ്യുക. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ദാറ്റ് ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ as per plan established and that the workers are doing as they were directed to. Workers കറക്റ്റായി അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ പ്ലാനിനനുസരിച്ച് തന്നെയാണോ വർക്ക് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ചെക്ക് ചെയ്യുക. അതിനെ സൂപ്പർവൈസ് ചെയ്യുകയാണ് ഫോർത്ത് എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ്. Next function of management is controlling. പറഞ്ഞു അവസാനത്തെ പോയിന്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിന് മുന്നേ വരുന്ന പോയിന്റ് ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ കറന്റ് പെർഫോമൻസ് ആൻഡ് ഗൈഡ്സ് ടുവേർഡ്സ് സം പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. അതായത് ഒരു പ്രോസസ്സിനെ, അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു കമ്പനിയിലെ നിലവിലുള്ള പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസിലേക്ക് അതിനെ ഗൈഡ് ചെയ്യുന്നതും അവയെ ഗൈഡ് ചെയ്യുന്നതുമാണ് അതിനെയാണ് കൺട്രോളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നെസസറി ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് എവറിത്തിങ് ഈസ് ക്യാരിഡ് ഔട്ട് ആസ് പെർ പ്ലാൻ. Also, it is a continuous process which measures the progress of operations, verifies their conformity with the predetermined plan and takes corrective action if required. അതും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ ഒരു വർക്കിംഗ് പ്രൊസീജിയറിനനുസരിച്ച് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എത്രത്തോളം പുരോഗതി ഓപ്പറേഷൻസിൽ എത്രത്തോളം പുരോഗതി സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ അത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണോ നടക്കുന്നത്, ആണെങ്കിലും അല്ലെങ്കിലും എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്. First step is establishing or setting standards of performance. Second step, measuring actual performance of the enterprise. Third step, comparing the actual performance with the standard set. Fourth one, finding deviations. And last one, taking corrective action if required. കൺട്രോളിംഗ് പ്രോസസ്സിൽ വരുന്ന ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സിൽ കമ്പനി പ്രോസസ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ഒരു ദിവസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്സ്, ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് കാർസ്, ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകളുടെ എണ്ണം 5 ആവണമെന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് 4 ആയിക്കഴിഞ്ഞാലും 6 ആയിക്കഴിഞ്ഞാലും കമ്പനിയുടെ സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ
പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനിനനുസരിച്ചല്ല അവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് 5ലേക്ക് തന്നെ, അതായത് നമ്പർ ഓഫ് കാഴ്സിൻ്റെ എണ്ണം 5ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതിനെയാണ് കൺട്രോളിംഗ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ പെർഫോമൻസ് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതിനെയായി കമ്പയർ ചെയ്യുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെയായി കമ്പയർ ചെയ്യുക. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡിങ് ഡീവിയേഷൻസ് ആൻഡ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an act of choice wherein a manager performs a conclusion about what must be done. അതായത് ഒരു മാനേജർക്ക് തീരുമാനിക്കുക, അല്ലെങ്കിൽ മാനേജർ ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടാം എന്താണ് ഇനി ചെയ്യേണ്ടത്. അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ രീതിയിലും പറയാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ കോഴ്സ് ഓഫ് ബിഹേവിയർ ചൂസൺ ഫ്രം എ നമ്പർ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ്സ്. അതായത് ഒരു കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എങ്ങനെയാണോ ചെയ്യേണ്ടത്, അതിന് ഒന്നിൽ കൂടുതൽ രീതിയിലുള്ള വർക്കിംഗ് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് പ്രോസസ്സ് ഏതാണ്, അല്ലെങ്കിൽ പ്രൊസീജിയർ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനെയും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻവോൾവ്സ് 2 or more alternatives, because if there is only one alternative there is no decision to be made. ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു കമ്പനി വർക്കിംഗ് പ്രൊസീജിയർ ഒന്നിൽ കൂടുതൽ രീതിയിൽ ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരൊറ്റ രീതിയിൽ മാത്രമേ കമ്പനി വർക്ക് ചെയ്തു പോകുന്നുള്ളൂ. എങ്കിൽ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനില്ല. കാരണം ആ ഒരു ഒറ്റ പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് മേക്സ് എവറി ഫംഗ്ഷൻ എ ഗ്രാൻഡ് സക്സസ് ഓർ എ മിസറബിൾ ഫെയിലിയർ. ഡിസിഷൻ മേക്കിങ്ങിലെ ഒന്നുകിൽ ഡിസിഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫങ്ഷൻസും, ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും സക്സസ് ആവാം, അല്ലെങ്കിൽ അത് ഫെയിലിയറായി മാറാം. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്: defining a problem, analyzing the problem, developing alternative solutions, deciding upon the best solution, converting the decision into effective action, implementing and verifying the decisions. ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകളാണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതിൽ ആദ്യം എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. അതിനുശേഷം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഒരു പ്രോബ്ലത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക. അതിന് ഈ ഡിസിഷൻ, അതായത് ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ബെസ്റ്റ് സൊല്യൂഷന് ആക്ഷൻ ആക്കി മാറ്റുക. അതായത് എഫക്റ്റീവ് ആക്ഷൻ, അതിന് പ്രൊസീജിയർ ആക്കി മാറ്റുക. അതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ നടക്കുന്നതെന്ന് വെരിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിങ്ങിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്.